ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു വലിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഏകദേശം 2400 കിലോമീറ്ററിനടുത്തുണ്ട് നമുക്ക്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കൊൽക്കത്തയിലേക്കാണ് ഒരു റോഡ് ട്രിപ്പ് പോകുന്നത്. ഞങ്ങൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഇന്ത്യൻ കോഫി ഹൗസിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ കൊൽക്കത്തയിലേക്ക് പോകുന്നത് അനിയത്തിക്ക് അവിടെ വെച്ചൊരു എക്സാം ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ ഞങ്ങളൊരു ട്രിപ്പൊന്നും പോവുമല്ല. അനിയത്തിക്ക് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് എക്സാം ഉള്ളത്. ഫെബ്രുവരി 12-നാണ് എക്സാം ഉള്ളത്. നമ്മളിവിടുന്ന് ഫെബ്രുവരി 7 മോർണിംഗ് ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ട്രെയിനിൽ പോകാനാണ് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ട്രെയിൻ ടിക്കറ്റ് ഓൾറെഡി എല്ലാം ബുക്ക്ഡാണ്, പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ, അത് കാരണമാണ് നമ്മൾ ട്രെയിൻ പിന്നെ ഒഴിവാക്കിയത്. പിന്നെ ഫ്ലൈറ്റ് നമുക്കൊട്ടും അഫോർഡബിളും അല്ല. അത് കാരണമാണ് പിന്നെ നമ്മൾ കാറിൽ പോയാലോ എന്ന് ആലോചിച്ചത്. നമ്മൾ ഈ കാറ് പോകാൻ തീരുമാനിച്ചപ്പോൾ മുതൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്രയും ദൂരം കാറിൽ പോകണോ എന്നൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പോകുന്നവരെ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ദൂരം കാർ ഓടിക്കണം, നമ്മൾ 5 സംസ്ഥാനം വഴിയൊക്കെയാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ഈ വഴിയിലുടനീളം കാണാനുള്ള കാഴ്ചകളും ഓരോ എക്സ്പീരിയൻസും അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തമിഴ്നാട് എത്തി ഉച്ചയ്ക്ക്. അപ്പോൾ ശരവണ ഭവനിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. താളി മീൽസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കറിയും ഏകദേശം ഒരുപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഞാനിതിൽ ബീട്രൂട്ടും രസവും മാത്രമാണ് കേട്ടോ കഴിച്ചത്. വേറെ ഒന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് ഫുഡിന് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ഫുഡിനെക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു താളി മീൽസ് ആയിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറാണല്ലോ. എനിക്ക് അതുകൊണ്ട് കഴിക്കാനായിട്ട് തോന്നിയില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് തന്നെയായിരുന്നു. തമിഴ്നാട് കഴിഞ്ഞ് നമ്മളിപ്പോൾ ആന്ധ്രയിൽ കയറിയിട്ടുണ്ട്. ആന്ധ്രയിൽ നമ്മൾ വിജയവാഡയിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെയാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തിയും ബീഫ് കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രെഡാണ് കഴിച്ചത്, അവരൊക്കെ ചപ്പാത്തിയും ബീഫുമാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരത്തെ കിടന്നുറങ്ങി. അങ്ങനെ ഡേ 2 ആയി. നമ്മൾ രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വിശാഖപട്ടണത്തേക്കാണ് കേട്ടോ. വിശാഖപട്ടണത്ത് ഏകദേശം നൈറ്റൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ അടുത്ത സ്റ്റേ. നമ്മൾ രാവിലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ റോഡിൽ നല്ല തിരക്ക് കുറവായിരിക്കും, നമുക്ക് മാക്സിമം കിലോമീറ്റർ കവർ ചെയ്ത് പോകാൻ പറ്റും. ഞങ്ങളതുകൊണ്ട് വെളുപ്പിന് 4 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിക്കും. എന്നാലും ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏകദേശം 5 മണി 6 മണിയൊക്കെ ആവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രൂട്ട്സൊക്കെ കഴിച്ചാണ് കേട്ടോ നമ്മൾ അന്നത്തെ ദിവസം അഡ്ജസ്റ്റ് ചെയ്തത്. ആപ്പിൾ കഴിച്ചു, പിന്നെ ഒരു ബിങ്കോ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വാട്ടർമെലൺ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്. കേരളത്തിലെ പോലെ ഒന്നുമല്ല, ആന്ധ്രയിലൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആന്ധ്ര കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. പക്ഷേ പുറത്തിറങ്ങിയാലും നമ്മൾ കരിഞ്ഞു പോകും, അത്രയും ചൂടാണ്. ഞങ്ങളങ്ങനെ വാട്ടർമെലനൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്ത് നിന്നു. നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് പുറത്തിറങ്ങിയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളവിടെ റോഡ് സൈഡിലൊക്കെ പനങ്കള്ള് വിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി നോക്കി. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും പേരൊക്കെ കഴിച്ചു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളവും തമിഴ്നാടും കഴിഞ്ഞ് ആന്ധ്രയിലേക്ക് കടന്നു കഴിയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് തരുന്നത് അവർ തന്നെയാണ് കേട്ടോ. നമ്മളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കില്ല കേട്ടോ. അവർ തന്നെ നമുക്ക് എല്ലാം സെർവ് ചെയ്തൊക്കെ തരും. ഞങ്ങളങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചത്, ഞാൻ വെജ് ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. അവരൊക്കെ ചിക്കൻ ബിരിയാണിയും പിന്നെ വെജ് നൂഡിൽസൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൊൽക്കത്തയിലേക്ക് എത്താനായിട്ട് മാപ്പിൽ 42 ഹവേഴ്സാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ 42 ഹവേഴ്സ് കാണിക്കുന്നത്. നമ്മൾ 7-ാം തീയതിയാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10-ാം തീയതിയെങ്കിലും എത്തുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആന്ധ്രയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് ബോഗൻ വില്ലാസാണ് കേട്ടോ. റോഡ് സൈഡിൽ ഫുള്ള് ബോഗൻ വില്ലയും പിന്നെ കുറേ നെൽപ്പാടങ്ങളും അങ്ങനെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട്. എടുത്തു പറയേണ്ടത് ഈ ബോഗൻ വില്ലയുടെ കാര്യമാണ്. നമുക്ക് റോഡ് സൈഡിൽ ഫുള്ള് കാണാൻ പറ്റും, ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ
ഈവനിങ് ഒരു 5:30 കഴിഞ്ഞപ്പോഴാണ് വണ്ടി നിർത്തിയത്. ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കയറിയത്. ഒരുപാട് നൈറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്യാറില്ല. നമ്മൾ ഒരു 9 മണിക്ക് മുന്നെയെങ്കിലും നമ്മൾ റൂം എടുത്ത് സ്റ്റേ ചെയ്യാറാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വിശാഖപട്ടണത്തേക്ക് എത്താനായിട്ട് 2 hours കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇനി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ നടന്നു. കുറേ നേരം ആയല്ലോ കാറിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നടന്നു. ഈ ആന്ധ്രയിൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് ഫുള്ള് ലോറിയാണ് കേട്ടോ. നമുക്ക് റോഡിൽ ഫുള്ള് ബ്ലോക്കൊക്കെ ആയിരുന്നു. അത് കാരണം നമ്മൾ കുറച്ചൊക്കെ ലേറ്റ് ആകുന്നുണ്ട്. ബ്ലോക്കൊക്കെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ വിശാഖപട്ടണത്തെത്തി. വിശാഖപട്ടണത്ത് നമ്മൾ സായി നാഷണൽ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി എത്താനായിട്ട്. ഇനിയിപ്പോൾ നൈറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ക്യാഷ്നട്ട് കഴിച്ചു. പിന്നെ പനീർ ഫ്രൈഡ് റൈസാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡ് റൈസിൽ പറയാനാണെങ്കിൽ വിശപ്പുള്ള കാരണം ഞാൻ ഫുള്ള് കഴിച്ചു കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ മസാലയൊക്കെ വേറെയാണല്ലോ, അതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നെക്സ്റ്റ് ഡേ 3 ആണ് ഇന്ന് ഫെബ്രുവരി 9th ആണ്. ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് പോകണമെന്ന് വിചാരിച്ചാണ് കിടന്നത്. പക്ഷേ എണീറ്റപ്പോഴത്തേക്കും ലേറ്റായി. ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആന്ധ്ര കടന്ന് നേരെ കയറുന്നത് ഒഡീഷയിലേക്കാണ്. ഒഡീഷയിൽ നമുക്ക് രാത്രിയെന്നല്ല പകലും യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് പേടിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വെളുപ്പിന് തന്നെ ആന്ധ്ര കടന്ന് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ബിസ്ക്കറ്റ്സും ക്യാഷ്നട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒഡീഷ എത്തി. ഇതാണ് കേട്ടോ ഒഡീഷ. ഇത്രയും ദിവസം നമ്മൾ ആന്ധ്രയിൽ വന്ന് ഫുള്ള് പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഒഡീഷ എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് പൊടിയാണ്. അവിടുത്തെ ചെടികളിലും എല്ലാം ഫുള്ള് പൊടി പിടിച്ച അങ്ങനെ ഒരു പ്രദേശമാണ് കേട്ടോ. ഒരു ഡ്രൈ ഏരിയ പോലെയാണ് ഒഡീഷ കാണാനായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ടല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ് ഒഡീഷ. നമ്മൾ രാത്രി പോയാലും രാവിലെ പോയാലും പുറത്തുനിന്നുള്ള വണ്ടികളൊക്കെ പിടിച്ച് ഒരുപാട് കവർച്ചയൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ രാത്രിക്കുള്ളിൽ തന്നെ ഇവിടുന്ന് കടക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജേർണി തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം, പ്രത്യേകിച്ച് ഒഡീഷയുടെ കാര്യമാണ്, അവിടെ കൂടെ പോകുന്നത് റിസ്ക് ആണെന്നും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അതുവഴി പോകുമ്പോൾ. പക്ഷേ പോകുന്ന വഴി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. നമ്മൾ സേഫായിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഒഡീഷയിൽ വെച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഞാൻ പോയപ്പോൾ മുതലുള്ള വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ എനിക്ക് റേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ഇടുന്നത് കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ചത് ഒഡീഷയിൽ നിന്നാണ്. ഞാൻ ഫ്രൈഡ് റൈസ് തന്നെയാണ് കഴിച്ചത്. എഗ് ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ പഞ്ചാബിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഫ്രൈഡ് റൈസ് തന്നെയാണ് ഞാൻ കഴിച്ചത്. എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വേറെ ഫുഡൊന്നും കഴിച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്രൈഡ് റൈസ് ഓക്കെയാണ്, വെജ് ഫ്രൈഡ് റൈസ് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പോയപ്പോഴും ഞാൻ ഫ്രൈഡ് റൈസ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇരുട്ടുന്നതിന് മുന്നേ ഒഡീഷ കടക്കാമെന്ന രീതിയിലാണല്ലോ പോകുന്നുകൊണ്ടിരുന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഒരു ബ്ലോക്ക് കിട്ടി. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു. പിന്നെ അങ്ങോട്ട് വണ്ടി നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബ്ലോക്ക് ആയതുകൊണ്ട് പയ്യെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വെസ്റ്റ് ബംഗാളിൽ കയറിയിട്ടുണ്ട്. കൊൽക്കത്തയിൽ നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്തും കേട്ടോ. നമ്മളവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവിടെ 11 മണിക്ക് തന്നെ കയറണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ 11 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും. പക്ഷേ നമുക്ക് ബ്ലോക്ക് കിട്ടിയൊക്കെ പറഞ്ഞത് കൊണ്ട് അവർ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് കൊൽക്കത്തയിലെ ഹൗറ ബ്രിഡ്ജിൽ കൂടെയാണ്. കൊൽക്കത്ത സിറ്റിയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷെ നമ്മൾ എല്ലാം കാണാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ടൈം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാൻ പോകണമെന്നുണ്ട്. പക്ഷെ നമ്മൾ എക്സാമിന് വന്നതാണല്ലോ, അതുകൊണ്ട് എക്സാമിനാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞങ്ങളങ്ങനെ ഫെബ്രുവരി 9th രാത്രി ആയപ്പോഴത്തേക്കും കൊൽക്കത്ത എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ റൂമൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കൊൽക്കത്തയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.